നീ കണ്ടിട്ടുള്ള ഫീമെയിൽ സെൻട്രിക് മൂവീസ് ഇഷ്ടപ്പെട്ട ഒരു പടം പെട്ടെന്ന് ഓർത്ത് പറയാൻ പറഞ്ഞു? ഓം ശാന്തി നയൻതാരയുടെ കൂടെ പറയുമ്പോൾ കോലമാവ് കോകില അത് നല്ല രസമായിരുന്നു. 22 ഫീമെയിൽ കോട്ടയം. ഏറ്റവും അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടേക്കുന്ന ആട്ടം സറിൻ അഭിനയിച്ചത്, സറിൻ ഷിയാബ് അഭിനയിച്ച് ഫീമെയിൽ സെൻട്രിക് എന്ന് പറയാൻ പറ്റില്ല. അതൊരു സെൻട്രൽ ക്യാരക്ടറിനെ പറ്റി ആ പടമെങ്കിലും ആ പടം കൊണ്ടുപോകുന്ന അവിടെയാണല്ലോ ഫീമെയിൽ സെൻട്രിക് അല്ലെങ്കിൽ നായകൻ മെയിൽ പെർസ്പെക്റ്റീവ് പടം. നായകൻ തോളിൽ കൈ കയറുന്ന പോലെ നായിക കൊണ്ടുപോകുന്ന പടം. എല്ലാം രാക്കിളിപ്പാട്ട് എന്ന് പറഞ്ഞൊരു സിനിമ വന്നിട്ടുണ്ടായിരുന്നു. സ്ത്രീകൾ മാത്രം വളരെ റയറായിട്ട് മാത്രം ഇതിൽ ആണുങ്ങൾ വരുന്നുള്ളൂ. ഒരു സമയത്ത് വാണി വിശ്വനാഥിന്റെ ഒരു സിനിമകൾക്ക് മലയാളത്തിൽ ആക്ഷൻ പടങ്ങൾ, പാൽപായസം ഫീമെയിൽ. തമിഴില് വിജയശാന്തിക്ക് അങ്ങനെ ഒരു മാർക്കറ്റ് ഉണ്ടായിരുന്നു. ലക്ഷ്മി ദീപ്ത അത് കാണുന്ന പ്ലീസ് കം ടു അവർ പോഡ്കാസ്റ്റ്. നമ്മൾ വിളിച്ചിട്ട് ലക്ഷ്മി ദീപ്ത ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. നമുക്ക് ഗസ്റ്റ് ആയിട്ട് ഇരുത്തിയെ കൊള്ളാമെന്നുണ്ടായിരുന്നു. അതുപോലെ അനീസിക്ക ഒരു സെറ്റിൽ പറഞ്ഞേക്കുന്ന പോലെ മലയാളം ഇൻഡസ്ട്രിയെ ഒറ്റയടിക്ക് പിടിച്ച് കുലുക്കിയ സ്ത്രീ ഷക്കീല ചേച്ചി. സിൽക്ക് സ്മിത എവിടെ ബോളിവുഡിന് വരെ പുള്ളി. അവിടെ ആണുങ്ങൾക്ക് പേ കിട്ടാത്തതിന് ആരും ഒന്നും പറയുന്നില്ലല്ലോ അല്ലേ? അവിടെ ഒരു പേ ഡിസ്പാരിറ്റി ഉണ്ടല്ലോ. എന്തായാലും ഷക്കീലയോട് അഭിനയിക്കുന്ന 16 വയസ്സ് പയ്യൻ ചിലപ്പോ കാശേ കിട്ടിയിട്ടില്ലായിരിക്കും അല്ലേ? അവിടെ നമ്മുടെ പൊളിറ്റിക്കൽ ഇൻകറക്ട്നെസ് പറയുന്നത്, ഞാൻ കാശിറക്കാം, ഞാൻ വന്ന് അഭിനയിക്കുക എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. നമ്മൾ പൊളിറ്റിക്കലി കറക്റ്റ് ആകുന്നില്ലല്ലോ അല്ലേ? ഞാൻ ആകുന്നില്ല. നമ്മൾ എങ്ങനെയാണെന്ന് പറയാൻ വേണ്ടി എക്സാമ്പിൾ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വാർത്ത ഉണ്ടായിരുന്നു. എവിടെ ഒരു സ്ത്രീ 30 വയസ്സുള്ള സ്ത്രീ 15 വയസ്സുകാരനെ പീഡിപ്പിച്ചതിന് പോക്സോ കേസ് പുള്ളിക്കാരിക്കെതിരെ. ശരിക്കും ഞങ്ങളുടെയൊക്കെ ഫാന്റസി ആയിരുന്നു. ഗ്രൂപ്പിലിട്ടുണ്ടായിരുന്നല്ലേ? അതെ, 90s കിഡ്സിന്റെ ഫാന്റസിയാണ് ഇത്. ശരിക്കും നിങ്ങൾ കേസാക്കരുത് എന്നുള്ളതാണ്.